BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. വാഴവര വാഗപ്പടിയിൽ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച പ്രതി അറസ്റ്റിൽ. വാഗപ്പടി കുളത്തപ്പാറ വീട്ടിൽ സുനിൽകുമാറാണ് അറസ്റ്റിലായത്. ചൊവ്വാഴ്ച രാത്രി 9-നാണ് സുനിൽകുമാർ ഭാര്യ മോളമ്മയെ കുത്തിയത്. കുത്തേറ്റ മോളമ്മയെ പ്രദേശവാസികളും പോലീസും ചേർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കട്ടപ്പന പോലീസ് സ്ഥലത്തെത്തിയതും പ്രതി സമീപത്തെ ഏലത്തോട്ടത്തിൽ ഒളിച്ചു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ രാത്രി 1 മണിയോടെ പ്രതിയെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കട്ടപ്പന CI TC മുരുകൻ, SI എബി ജോർജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. തട്ടിപ്പ് കേസുകളിലെ പണം സ്വന്തം പേരിലാക്കി നാട് ചുറ്റിക്കറങ്ങി SI കപ്പിൾസ് ഒടുവിൽ പിടിയിൽ. സൈബർ തട്ടിപ്പ് കേസുകളിൽ കണ്ടുകെട്ടിയ കോടിക്കണക്കിന് രൂപ തട്ടിയെടുത്ത് കാമുകിയുമായി നാടുവിട്ട് സബ് ഇൻസ്പെക്ടർ. നോർത്ത് ഈസ്റ്റ് ജില്ലയിലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്തിരുന്ന ഡൽഹി പോലീസിലെ SI അങ്കുർ മാലിക്കാണ് GTB എൻക്ലേവ് പോലീസ് സ്റ്റേഷനിലെ SI നേഹ പുനിയയുമായി നാടുവിട്ടത്. ഗോവ, മണാലി, കശ്മീർ തുടങ്ങിയ ടൂറിസ്റ്റ് സങ്കേതങ്ങളിലേക്ക് ഇരുവരും യാത്ര ചെയ്തതായും വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉപയോഗിച്ച് പുതിയ ജീവിതം തുടങ്ങുവാൻ ശ്രമിച്ചതായും ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വിദേശ ക്ലയന്റിനെ സ്വീകരിക്കുവാൻ നൃത്തം ചെയ്ത ഓഫീസിലെ മുഴുവൻ ജീവനക്കാരും. വീഡിയോ വൈറൽ. ഓഫീസിലെത്തിയ വിദേശ ക്ലയന്റിനെ നൃത്ത പ്രകടനത്തോടെ സ്വാഗതം ചെയ്യുന്ന ജീവനക്കാരുടെ വീഡിയോ ആണ് ഓൺലൈനിൽ വൈറലായിരിക്കുന്നത്. റെഡിറ്റിലും എക്സിലും പ്രചരിക്കുന്ന ഈ ക്ലിപ്പിൽ കില്ലി കില്ലി എന്ന തെലുങ്ക് ഗാനത്തിന് ഓഫീസിലെ മുഴുവൻ ടീമും ഒരേ താളത്തിൽ നൃത്തം ചെയ്യുന്നത് കാണാം. വിദേശിയായ അതിഥി മതിപ്പോടെ നോക്കി നിൽക്കെ ജീവനക്കാരിൽ ഒരാൾ പ്രശസ്ത ബോളിവുഡ് ഗാനമായ മെയിം തെര ബോയ്ഫ്രണ്ടിന് ഒറ്റയ്ക്ക് ചുവടുവയ്ക്കുകയും ഒടുവിൽ അതിഥി അവർക്കൊപ്പം ചേരുകയും ചെയ്യുന്നു. വോക്ക് എമിനന്റ് എന്ന X അക്കൌണ്ടിലാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നവ്യ ഹരിദാസ് മഹിളാ മോർച്ച അധ്യക്ഷ, മനു പ്രസാദ് യുവമോർച്ച പ്രസിഡന്റ്. BJPയുടെ വിവിധ പോഷക സംഘടനകൾക്ക് ഇനി പുതിയ നേതൃത്വം. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറാണ് പുതിയ നേതൃത്വത്തെ പ്രഖ്യാപിച്ചത്. യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായി തിരുവനന്തപുരം സ്വദേശി V മനുപ്രസാദിനെയും മഹിളാ മോർച്ച സംസ്ഥാന അധ്യക്ഷയായി കോഴിക്കോട് സ്വദേശി നവ്യ ഹരിദാസിനെയും തിരഞ്ഞെടുത്തു. 2 തവണയായി കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിൽ അംഗമാണ് നവ്യ. നിലവിൽ കൌൺസിലിലെ പാർട്ടി ലീഡറാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ മത്സരിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥിയായിരുന്നു. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. വാഗണുകളിൽ കാർ കയറ്റി കോച്ചിൽ വിശ്രമിക്കാം. രാജ്യത്തെ ആദ്യ കാർ ഫെറി ട്രെയിൻ സർവീസ് എങ്ങനെ പോകാം? ഇന്ത്യയിലെ ആദ്യ കാർ ഫെറി ട്രെയിൻ സർവീസ് ആരംഭിക്കുവാൻ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ഒരുങ്ങുകയാണെന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തുവന്നിരുന്നു. എന്നാൽ ഇത് എപ്പോൾ തുടങ്ങുമെന്നോ നിരക്ക് എത്രയാണെന്നോ ഉൾപ്പെടെ കൂടുതൽ വിവരങ്ങളൊന്നും അധികൃതർ വെളിപ്പെടുത്തിയിരുന്നില്ല. എന്നാൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവന്നിരിക്കുകയാണിപ്പോൾ. മഹാരാഷ്ട്രയിലെ കോലാഡിനും ഗോവയിലെ വെർണയ്ക്കുമിടയിൽ സ്വകാര്യ കാറുകളെയും അവയുടെ ഉടമകളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് ഈ സർവീസ്. യാത്രക്കാർക്ക് അവരുടെ സ്വകാര്യ വാഹനങ്ങൾ ട്രെയിനിൽ കയറ്റുവാനും അതിനോട് ചേർന്നുള്ള പാസഞ്ചർ കോച്ചുകളിൽ യാത്ര ചെയ്യുവാനും സാധിക്കും. യാത്രയ്ക്കിടെ കാറുകളിൽ ഇരിക്കുവാൻ യാത്രക്കാർക്ക് അനുവാദമുണ്ടായിരിക്കില്ല. മത്സ്യബന്ധന വള്ളം പുലിമുട്ടിൽ ഇടിച്ചു തകർന്ന് 6 പേർക്ക് പരിക്ക്. ശക്തികുളങ്ങര തുറമുഖത്തിനടുത്ത് തീരദേശത്ത് ചെറുവള്ളം പുലിമുട്ടിലിടിച്ച് ഭാഗികമായി തകർന്ന് 6 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ബുധനാഴ്ച രാവിലെ 9:30യോടെയാണ് അപകടമുണ്ടായത്. മത്സ്യബന്ധനം കഴിഞ്ഞ് തിരിച്ചുവരികയായിരുന്ന വരുണപുത്രൻ എന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് പുലിമുട്ടിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വള്ളത്തിലുണ്ടായിരുന്നവർ കടലിൽ തെറിച്ചു വീണു. സമീപത്തുണ്ടായിരുന്ന മറ്റ് മത്സ്യത്തൊഴിലാളികൾ ഇവരെ രക്ഷപ്പെടുത്തി ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. രജിത്, രാജീവ്, ചെറിയഴീക്കൽ സ്വദേശികളായ ഷൺമുഖൻ, സുജിത്, അമ്പലപ്പുഴ കരൂർ സ്വദേശികളും സഹോദരങ്ങളുമായ അഖിൽ, അഭിനന്ദ് എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ജിം പരിശീലനമില്ല, ശ്രദ്ധിച്ചത് ഭക്ഷണക്രമം. 26 കിലോ ശരീരഭാരം കുറച്ച് ബോണി കപൂർ. ചിത്രം വൈറൽ. സെലിബ്രിറ്റികളും അവരുടെ ജീവിതചര്യയും ഡയറ്റുമെല്ലാം
എപ്പോഴും ചർച്ചാ വിഷയമാണ്. ഇപ്പോഴിതാ മുതിർന്ന നിർമ്മാതാവ് ബോണി കപൂർ അടുത്തിടെ നടത്തിയ രൂപമാറ്റം സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. ബോണി 26 കിലോ ശരീരഭാരം കുറച്ചതായാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജിം പരിശീലനത്തിന് പകരം ചിട്ടയായ ഭക്ഷണക്രമം പാലിച്ചാണ് ബോണി ശരീരഭാരം കുറച്ചത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. The closer you are to death, the more alive you feel. It's a wonderful way to live. It's the only way to drive. ജെയിംസ് ഹണ്ട്, ബ്രിട്ടീഷ് F1 ഡ്രൈവർ. ആ വളവിനുമപ്പുറം മരണം കാത്തുനിന്നു ട്രാക്കിലെ ആ വലിയ ഒരു ദുരന്തവും വീണ്ടും ഓർമ്മകളിൽ നിറയുന്ന സെന്ന. പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യന്റെ ഭ്രാന്തമായ ആഗ്രഹം എത്തി നിൽക്കുന്ന വഴികളിലൊന്നാണ് ഫോർമുല 1 എന്ന കാറോട്ട മത്സരം. വേഗതയോടുള്ള മനുഷ്യന്റെ പ്രണയത്തിന്റെ ഏറ്റവും മൂർത്തമായ രൂപങ്ങളിലൊന്ന്. മറ്റൊന്നിനോടും അതിനെ താരതമ്യം ചെയ്യാനാകില്ല. മറ്റൊന്നിനും അതിനെ പകരം വയ്ക്കാനാകില്ല. ആവേശത്തിലും അപകട സാധ്യതയിലും സമ്പത്തിലുമെല്ലാം ഫോർമുല 1 എന്നും ഒരു പടി മുകളിൽ തന്നെയായിരിക്കും. 75 വർഷം പിന്നിടുന്ന ഈ ഭ്രാന്തൻ മോട്ടോർ സ്പോർട്ടിന്റെ ലോകത്ത് പല കാലത്തും പല രാജാക്കന്മാരുണ്ടായിരുന്നു. വേഗതയെ കീഴടക്കി ദൂരത്തെ അമ്മാനമാടിയ അവർക്കെല്ലാം വലിയ ആരാധകരുമുണ്ടായിരുന്നു. എന്നാൽ മറ്റ് കായിക ഇനങ്ങളിൽ നിന്നും F1 വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങളിലൊന്ന് ഇത്തരം രാജവാഴ്ചകൾക്ക് വലിയ ആയുസ്സില്ല എന്നതാണ്. പുതിയ വിജയികളുണ്ടാകുമ്പോൾ പഴയവർ വിസ്മൃതിയിലേക്ക് മായുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.